നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ അധിപനായാണ് ചൊവ്വ അറിയപ്പെടുന്നത്. ചൊവ്വ നക്ഷത്രമാറ്റത്തിനായി ഒരുങ്ങുകയാണ്. കൂടാതെ ശനിയുടെ അസ്തമയം കഴിയാറായി എന്നതാണ് വാസ്തവം. മാർച്ച് 29 ശനി ഉദിക്കാനായി തയ്യാറെടുക്കുകയാണ്. എന്നാൽ ശനി അസ്തമിച്ചതായ സമയത്ത് ചില രാശിക്കാരിൽ വളരെയധികം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരുന്നതുമാണ്. ശനിയുടെ ഉദയത്തോടെയും ചൊവ്വ പൂയം നക്ഷത്രത്തിലേക്ക് മാറുന്നതോടെയും പല രാശിക്കാരിലും ദോഷകരമായ കാര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ പ്രയാസങ്ങൾ അകലുന്നതാണ്. പകരം ഇവരിലേക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. ഏപ്രിൽ മാസം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നേട്ടങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരുന്നതുമാണ്. ഈ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതായ ആ രാശികൾ, ആ ഭാഗ്യരാശികൾ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. കാരണം അനുഭവിക്കുന്നതായ ചില ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുകയും ധനപരമായോ അല്ലെങ്കിൽ മറ്റ് നഷ്ടങ്ങളോ നികത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ചൊവ്വ പൂയം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതിനാൽ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ശനി ഈ രാശിക്കാരിൽ വരുത്തിയതായ ദോഷങ്ങൾ അത് പലവിധ ദോഷങ്ങളാണ്. കാര്യ തടസ്സങ്ങളോ മാനസികപരമായ വിഷമങ്ങളോ അല്ലെങ്കിൽ ജോലി സംബന്ധമോ തൊഴിൽ സംബന്ധമോ ആയ ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് പോന്നിരുന്നു എന്നത് വാസ്തവമാണ്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും. പ്രധാനമായും സന്തോഷം നിറഞ്ഞതായ ജീവിതം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തികപരമായി പോലും അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. കൂടാതെ ഈ സമയം ഉന്നതി അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരത്തിലുള്ള യോഗമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. കരിയറുമായി ബന്ധപ്പെട്ട് പലവിധ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കരിയറുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. മറ്റു രീതിയിലും സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. പുതുതായി ബിസിനസ്സുകൾ ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. കൂടാതെ ഈ സമയം തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. പണം സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ദീർഘകാലമായി മാറ്റിവെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അനവധിയാർന്ന കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പലരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വളർച്ച ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. ദാമ്പത്യ ജീവിതത്തിലും മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നും വിധം സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പോലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കാരണം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചൊവ്വയുടെ അനുഗ്രഹത്താൽ പോലും ഇത്തരം കാര്യങ്ങൾ, വിവാഹ തടസ്സങ്ങൾ പോലും അകലുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരാം. കാരണം ശനിയുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം.
ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. അനവധിയാർന്ന തൊഴിൽ അവസരങ്ങൾ നിങ്ങളെ തേടി എത്താവുന്ന സമയം കൂടിയാകുന്നു. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരും. കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ, പല കാര്യങ്ങളിലും കഴിവുകൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കാരണം കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ധനപരമായോ മറ്റ് നേട്ടങ്ങൾക്കോ കാരണമായി തീരും. മറ്റുള്ളവരുടെ പ്രശംസയും അംഗീകാരങ്ങളും നേടിയെടുക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിലുള്ള യോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ബിസിനസ് പരമായി നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. മാനസിക പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും അകലുന്നതാണ്. കൂടാതെ ഈ സമയം സൗഭാഗ്യം നിങ്ങളിൽ വർദ്ധിക്കും. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നേട്ടങ്ങൾ പലതും സ്വന്തമാക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രധാനമായും നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പലപ്പോഴും പുച്ഛിക്കുന്നതായ സാഹചര്യങ്ങൾ, മറ്റുള്ളവർ നിങ്ങളെ പുച്ഛിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അവർ തന്നെ മാറ്റി പറയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഈ സമയം നിങ്ങളിലുണ്ട്. അതിനാൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായി തീരുന്നതുമാണ്. പ്രധാനമായും ധനപരമായ കാര്യങ്ങൾ മഹാലക്ഷ്മി കടാക്ഷത്താൽ ഇവർക്ക് അനുകൂലമായി തീരും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. മക്കളുമായി ബന്ധപ്പെട്ട്, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മക്കളുടെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവർക്ക് പിന്തുണ നൽകുവാൻ സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബത്തിൽ വന്നു ചേരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഈ സമയം അല്പം അനുകൂലമായി തീരാം. ശനിയുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ദോഷകരമായ പലവിധ തിരിച്ചടികളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയും ശനിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രധാനമായും വർദ്ധിക്കുക. കൂടാതെ ഈ സമയം വിചാരിച്ചതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിക്കും. എങ്കിൽ പോലും ഈ സമയം വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ തന്നെ ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം യാത്രകൾ അനവധി നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. ഈ യാത്രകൾ മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വിദേശത്ത് താമസമാക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. പഠനത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സൽപ്പേര് വർദ്ധിപ്പിക്കുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കടന്നു വരിക. പ്രധാനമായും ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സഹപ്രവർത്തകർക്ക് പോലും അസൂയ തോന്നും വിധം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ പ്രീതി, അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമാകും എന്ന് ആദ്യം വിചാരിക്കുകയും എന്നാൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ പല വ്യക്തികളിൽ നിന്നും അംഗീകാരങ്ങൾ തേടിയെത്താം. മക്കളുമായി ബന്ധപ്പെട്ട്, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക.